ജി സുധാകരൻ ഇപ്പോൾ നിരന്തരം പാർട്ടിയെ വിമർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു തൊഴിലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ്. ദേവസ്വം ബോർഡിൽ സ്വർണ്ണപ്പാളി, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ സ്വർണ്ണപ്പാളി ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ നിലവിലെ മന്ത്രിക്കിട്ടുള്ള ഒരു കുത്താണോ? കുത്തൊന്നുമല്ല, സത്യമാണ് പറഞ്ഞത്. കുത്തുന്ന, നമ്മുടെ ഉള്ളിൽ കുത്തുന്ന സത്യം. ശബരിമല എന്നും പറഞ്ഞ് ഇവർ ആഗോള സംഗമമാണ് സംഘടിപ്പിച്ചത്. 9 കോടി രൂപ ചെലവിൽ. എന്താ 30 രൂപയുടെ ഒരു രജിസ്റ്റർ വാങ്ങിച്ചു വെച്ചുകൂടെ? അവിടെ ഈ സ്വർണ്ണ പണ്ടാരങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആരൊക്കെ കൊണ്ടുപോകുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, അതിൻ്റെ ഫയലിന് ഫയലുണ്ടല്ലോ, മൂവ്മെൻറ്റ് രജിസ്റ്റർ ഉണ്ടല്ലോ. എങ്ങോട്ടാണ് ഈ ഫയൽ പോകുന്നതെന്ന് വേണ്ടേ? ഓഫീസിനകത്തുണ്ട്. ഇത് കാണാൻ വരുമ്പോൾ മൂവ്മെൻറ്റ് രജിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരുടെ അടുത്താണ് ഇപ്പോൾ ഫയൽ പോയിട്ടുള്ളത്. അവസാനമായിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചു. ഓരോരുത്തരുടെ അടുത്ത് പോകുമ്പോൾ ഈ ഫയൽ എവിടെയാണെന്നുള്ളത് ഒപ്പിട്ട് വാങ്ങിക്കും. അതിനാണ് മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന. ഈ സ്വർണം തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നു, ചെന്നൈ കൊണ്ടുപോകുന്നു. ഇത് അവസാനം സ്വർണത്തിൻ്റെ ഒരു പീഠം എടുത്തു കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന സ്പോൺസർ, അയാൾ എന്തോന്ന് സ്പോൺസർ, അയാളുടെ പെങ്ങടെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നു, പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട്. ഇങ്ങനെയൊക്കെ നാട് മൂലം കൊണ്ടൊന്നും എഴുന്നള്ളിക്കാനുള്ള വസ്തുവായത്. തിടമ്പേറ്റി ആനകളെ എഴുന്നള്ളിക്കാറുള്ള ആറാട്ടിന്. ശബരിമലയിൽ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ള ചടങ്ങ് നടക്കുന്ന സമയത്തല്ലല്ലോ ഇന്ന് നടന്നതും. എന്തുവായി കാണിച്ചത്? തോന്നിയാസം കാണിക്കാനുള്ളതാണോ ശബരിമല? ഭക്തരുടെ കാണിക്കയായിട്ട് അർപ്പിച്ച സാധനങ്ങളും മറ്റും. എന്നിട്ട് അതിലൊക്കെ രസം BS പ്രശാന്ത് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കണ്ടോ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ച്, എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെ കള്ളനാക്കിയില്ലേ? ഇയാൾക്ക് എന്തൊരു വിവരദോഷമാണ് അപ്പോൾ ഉള്ളത്? നിങ്ങളല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? പിന്നെ ഇവിടെ നടക്കുന്ന തോന്നിയാസങ്ങൾക്കും മോഷണങ്ങൾക്കും ആരാ ഉത്തരവാദി? നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നത്? നിങ്ങൾ പിണറായി വിജയൻ പറയുമ്പോൾ ആഗോള സംഗമം നടത്താൻ മാത്രം ചുമതലപ്പെട്ട ആൾ മാത്രമാണോ നിങ്ങൾക്ക്? വേറൊന്നുമില്ലേ? രാഷ്ട്രീയമായ ചുമതലകളേ ഉള്ളൂ. ഇവിടുത്തെ ഓരോ സ്വത്തും ഇവിടുന്ന് ഒരു മുത്തു പോലും കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം പവിത്രമായ സന്നിധാനത്ത് പാവപ്പെട്ട ഭക്തന്മാർ അവരുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്, കാണിക്ക അർപ്പിച്ചിരിക്കുന്ന സ്ഥലം. അതിലൊന്നുപോലും നശിച്ചു പോകാതെ നോക്കേണ്ട ഉത്തരവാദിത്തം അതിനു വേണ്ടിയിട്ടാണ് ദേവസ്വം ബോർഡിന് മുഴുവൻ ഉത്തരവാദിത്തമുണ്ട്, അതിൻ്റെ പ്രസിഡന്റ്. എന്നിട്ട് ശ്രീജിത്ത് അവിടെ വലിയൊരു ആൽക്കമി നടക്കുന്നുണ്ടെന്നും കൂടെ ഇപ്പോൾ തെളിഞ്ഞത്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ, ഇനി ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി ഭഗവാന്റെ ഒരു മായ കൊണ്ടാണോ എന്നറിയില്ല, അവിടെ ആൽക്കമി നടക്കുന്നുണ്ട്. ആൽക്കമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ലോകത്തെ മറ്റൊരു ലോകമായിട്ട് പരിവർത്തിപ്പിക്കുന്ന പ്രക്രിയ ആൽക്കമി. പണ്ട് കാലത്ത് ആൽക്കമിസ്റ്റ് ഉണ്ടായിരുന്നു, ആൽക്കമിസ്റ്റുകൾ. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ് പ്രസിദ്ധമായിട്ടൊരു നോവലുമുണ്ട്. ആൽക്കമിയിൽ സംഭവിക്കുന്നത് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുക എന്ന് പറയുന്നതാണ് ആൽക്കമി നടക്കുന്നത്, ശരിയായിട്ടുള്ള ആൽക്കമി എന്ന് പറയുന്നത്. ചെമ്പിട്ട് അത് പലതരം പച്ചമരുന്നുകളും രാസവസ്തുക്കളും കൂട്ടിച്ചേർത്ത് അതിനെ സ്വർണ്ണമാക്കാം എന്നുള്ളൊരു കണ്ടുപിടുത്തം വളരെ പ്രബലമായിരുന്നു. അങ്ങനെ വില കൂടിയ സ്വർണം വില കുറഞ്ഞ ചെമ്പിൽ നിന്നുണ്ടാക്കാനുള്ള മന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ശബരിമലയിൽ സംഭവിക്കുന്നത് റിവേഴ്സിലാണ്. അവിടുത്തെ സ്വർണം, ചെമ്പ് പാളി പൂശിയിരുന്ന സ്വർണം ചെമ്പാക്കുന്നു. ആ ചെമ്പാക്കുന്നത് ചെന്നൈയിൽ കൊണ്ടുപോയിട്ടാണ്. അതെങ്ങോട്ട് പോയി, ആര് കൊണ്ടുപോയി, എത്ര ഗ്രാം ഉണ്ടായ തൂക്കം, അതിൻ്റെ ഒരു രജിസ്റ്ററും ഇല്ല. ഞാൻ പറഞ്ഞത് എന്ത് ഉത്തരവാദിത്വം അപ്പോൾ ദേവസ്വം ബോർഡിന്? ഈ ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാ അങ്ങനെ കയറി പോകാനും ജാട കാണിക്കാനും വേണ്ടിയിട്ടുള്ള പോസ്റ്റാണോ ഇത്? അതിനുവേണ്ടിയാണോ അങ്ങനെ വെച്ചിരിക്കുന്നത്? അവിടുത്തെ ഓരോ മുതലിനും ഉത്തരവാദിത്വം പറയണം. ഈ ഓരോ മുതലും മാത്രമല്ല, ഓരോ ക്ഷേത്രത്തിലെ ഓരോ മുതലിനും നിങ്ങൾ ഉത്തരവാദിയാണ്. അത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കണ്ടുപിടിക്കണം. ഇത് പോയി എന്നുള്ളത് അറിയുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതാണ് അതിൻ്റെ വിഷയം. അവിടെ ചീഫ് വിജിലൻസ് ഓഫീസറുണ്ട്, ദേവസ്വത്തിൽ എത്രയോ ജീവനക്കാരുണ്ട്. ഇപ്പോൾ ഇവരാരും അറിയുന്നില്ല. മേൽശാന്തിയുണ്ട്, തന്ത്രിയുണ്ട്, ഇവരാരും അറിയുന്നില്ലേ? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്തൊരു കോർഡിനേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ഇനി സ്വർണ്ണമാണെങ്കിൽ ഇനിയും വിഗ്രഹം അടിച്ചുകൊണ്ട് പോയാലും അറിയില്ലല്ലോ. അങ്ങനെ പോയാലും അറിയില്ല. കാണിക്കയായിട്ട് എത്ര കോടി രൂപയോടെ അർപ്പിച്ചിരിക്കുന്നത്, എന്തെല്ലാം സ്വർണ്ണ നിർമ്മിതികളാണ് ഉള്ളത്, ഒന്നും കാണുന്നില്ല. സംഭവിച്ചിരിക്കുന്ന ആൽക്കമി എന്ന് പറഞ്ഞാൽ 2019
അന്ന് LDF ഗവൺമെൻറ് തന്നെയാണല്ലോ അധികാരത്തിൽ. ദേവസ്വം പ്രസിഡന്റ് ആരായിക്കോട്ടെ, ദേവസ്വം മന്ത്രി ആരായിക്കോട്ടെ, LDF ഭരണത്തിലിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ ചെമ്പാക്കി മാറ്റപ്പെട്ടു. അതുകൂടാതെ 4.5 കിലോ സ്വർണം നഷ്ടപ്പെട്ടു. 4 പീഠങ്ങൾ, സ്വർണ്ണപീഠങ്ങളാണ് കാണാതായി. അപ്പോൾ കോടതി, ഹൈക്കോടതിയാണ്, അല്ല പ്രശാന്ത് അല്ല പറഞ്ഞത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞു അന്വേഷണം നടത്തണം, ചീഫ് വിജിലൻസ് കമ്മീഷണറെ ഏൽപ്പിച്ചു. ഒരു ദേവസ്വം ബോർഡ് ബെഞ്ചുണ്ട് ഹൈക്കോടതിയിൽ ഇതിനുമായിട്ട് മാത്രം. ഇവരൊന്നും അറിയാതെയാണ് ഈ ചെമ്പ് സ്വർണം ഒക്കെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതും വരുന്നതും. ഇതൊന്നും ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തില്ല. തോന്നിയാസം, ശുദ്ധ തോന്നിയാസം. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് അന്വേഷിച്ച് കണ്ടെത്തിയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറയുന്ന ആ സ്പോൺസർ പോലും അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ വാസവനും മന്ത്രി, ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇയാൾ ആഗോള സംഗമം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം മന്ത്രിയായിട്ട്. അവിടുന്ന് കാണാതെ പോകുന്ന ഓരോന്നിനും ഉത്തരവാദിത്വമുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആ രീതിയിലൊരു ഹയറാർക്കി അവിടെ ഉണ്ടാക്കണം. ഒന്നും വേണ്ട, ഒരു രജിസ്റ്ററെങ്കിലും സൂക്ഷിച്ചു വെക്കണം അവിടെ. ഇതല്ലെങ്കിൽ പിന്നെ എന്താണിത്? തീവട്ടിക്കൊള്ളക്കുള്ള സ്ഥലമായിട്ട് മാറത്തില്ലേ ഭക്തരുടെ ആ സന്നിധാനം? അപ്പം നിങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് ഭക്തി ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് ഈ കപട നാടകങ്ങളിലൂടെയല്ല, കപട സംഗമങ്ങളിലൂടെയല്ല, കപട ഭക്തിയിലൂടെയല്ല, ആഗോള അയ്യപ്പ സംഗമ വേദിയിലൂടെയല്ല, മറിച്ച് അക്കൗണ്ടബിലിറ്റിയുടെയാണ്. അത് ചെയ്തിരുന്ന അത് കൃത്യമായിട്ട് പാലിച്ചിരുന്ന അവിശ്വാസിയായിട്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്കറിയാം. പക്ഷേ വിശ്വാസമില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തന്ന മന്ത്രിയാണ്. വിശ്വാസമില്ലാതിരിക്കെ തന്നെ ശബരിമലയിലെ കാര്യങ്ങളൊന്നും അഴിമതിയില്ലാതെ, കള്ളത്തരമില്ലാതെ, മോഷണമില്ലാതെ നടത്താൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മന്ത്രി ജി സുധാകരൻ, ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തലത്തിലേക്ക് താഴ്ത്തപ്പെട്ട ഒരംഗമാണ്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ വിശ്വസിക്കുന്ന ആൾ, പാർട്ടിയിൽ കൂറുള്ള ആൾ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, 3.5 വർഷം ദേവസ്വം മന്ത്രിയായിരുന്നു ഞാൻ, അതായത് സുധാകരൻ. ആർക്കും പരാതി ഉണ്ടായിട്ടില്ല. സ്വർണ്ണപ്പാളി ഇളക്കുന്നതും കൊണ്ടുപോകുന്നതും അധികാരത്തിലിരിക്കുന്നവർ അറിയണം. അധികാരത്തിലിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ VN വാസവൻ. അതല്ല തലയിൽ മുണ്ടിട്ടുകൊണ്ട് NSS ആസ്ഥാനമായ പെരുന്നയിൽ പോയി അവിടെ ജി സുകുമാരൻ നായരോട് സർവാപരാധങ്ങളും ക്ഷമിക്കണം, സർവ കാര്യങ്ങളും സാധിച്ചു തരാം എന്ന് പറയുകയല്ല മന്ത്രി ചെയ്യേണ്ടത്. അദ്ദേഹം വാസ്തവത്തിൽ പോകേണ്ടത് സന്നിധാനത്തേക്കാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് വിശ്വാസം. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമില്ല. ജി സുധാകരനും വിശ്വാസമില്ലായിരുന്നല്ലോ. ആ സുധാകരൻ ചെയ്തതുപോലെ സത്യസന്ധമായും അതുപോലെ തന്നെ സുതാര്യമായും കാര്യങ്ങൾക്കൊരു മെന എന്ന് പറയും നല്ല മലയാളത്തിൽ ഉണ്ടാക്കണ്ടേ? ഇവിടുന്ന് സ്വർണം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കണക്ക് വേണ്ടേ? കോടതിയെ ഒന്ന് അറിയിക്കണ്ടേ? നിയമപരമായിട്ടൊരു ബാധ്യതയാണ്. അതിനാണ് ദേവസ്വം ബോർഡ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും സ്വർണം കൊണ്ടുപോകുന്നു, ഇന്നാരൊക്കെയാണ് പോകുന്നത്. ഇത് ചിലതിലൊക്കെ സ്വർണമേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൂടെ ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. ആരാ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? ദേവസ്വത്തിൻ്റെ ആരാ? ഏത് പോസ്റ്റിലാണ് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? സ്പോൺസർ എന്നൊരു പോസ്റ്റുണ്ടോ? പ്രശാന്ത്, ശ്രീജിത്തെ, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ സ്പോൺസർമാരാരാന്ന് കോടതി ചോദിച്ചു. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ആരാണ് സ്പോൺസർമാരെന്ന്? അപ്പോൾ ഇത് കാണിക്കവഞ്ചിയിൽ പണമുണ്ട്, അതുകൊണ്ട് അങ്ങ് നടത്താമെന്നാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം പിന്നെ തട്ടിക്കിഴിച്ച് സ്വർണ്ണം ഇടിരിക്കുന്നല്ലോ, അത് കുറച്ചെടുത്ത് ഉരുക്കി വിറ്റിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ അനുഭവിക്കും കേട്ടോ. അനുഭവങ്ങൾ നമ്മളെപ്പോഴും, അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കണ്ട, അനുഭവത്തിൽ വിശ്വസിക്കണം. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ചവരെല്ലാം കിടന്ന് നരകിച്ച് യാതന അനുഭവിച്ചേ മരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് അയ്യപ്പൻ്റെ ഒരു ദിവ്യ സാന്നിധ്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനത് ഞാനത് തന്നെ വിശ്വസിക്കുന്നു എപ്പോഴും. കാരണം അയ്യപ്പനെ അവഹേളിച്ചുകൊണ്ട് ഈ വാർത്ത നമുക്കൊക്കെ എന്തോന്ന് അയ്യപ്പനെ കളിയാക്കി എന്തോ പറഞ്ഞു. അത് ചെയ്ത് ദൂരദർശനം ഞാൻ ന്യൂസ് ബുള്ളറ്റിൻ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്ന് പതിവ് തെറ്റിച്ച് മുഴുവൻ കുളമായിട്ട് കയറും. എനിക്ക് വലിയ ഒരു അപമാനം ഉണ്ടാകുന്ന തരത്തിൽ
അതുവരെ ഉണ്ടാക്കിയ പേര് മുഴുവൻ കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള ബുള്ളറ്റിനായി പോയി. ഞാൻ പറഞ്ഞ നടന്ന സംഭവമാണ്. ഞാൻ ഈ ദൈവവിശ്വാസം ദൈവം അവിടെ വന്ന് എന്തെങ്കിലും ചെയ്തു എന്നല്ല. പക്ഷേ ആ തരത്തിലൊരു ആൽക്കമി അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ സംഭവിക്കുന്ന പോലെ അത്ഭുതങ്ങളൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. കാരണം സ്വർണം ചെമ്പായിട്ട് മാറുന്ന അത്ഭുതങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇത് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്. അതിൽ പിന്നെ ഈ അയ്യപ്പനെ അവഹേളിക്കുന്ന ഒരു വാക്കും എൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതിൻ്റെ ലോജിക്കൊന്നും എനിക്കറിയത്തില്ല. ദൈവം ഉണ്ടോ ഇല്ലയോ, അയ്യപ്പനുണ്ടോ ഇല്ലയോ, ആ ചൈതന്യം ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അതിനുള്ള അറിവും ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ കള്ളത്തരം കാണിച്ച പലർക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതും എനിക്ക് ബോധ്യം. ഇത് അന്ധവിശ്വാസം പറഞ്ഞു വരുത്താനൊന്നും ഞാനില്ല എന്ന് പറയുന്ന പോലെ അത് പേടിച്ചെങ്കിലും ഈ മോഷണ ശ്രമങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ അനുഭവിക്കുന്നത് ഒരു വസ്തുതയായിട്ടത് നടന്നു വരുന്ന ഒന്നായിട്ട് അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പേടി കൊണ്ട് പറഞ്ഞതാണ്. പേടിയുണ്ട്. അതിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലുതാണ്. വെറുതെ ഒന്നും ആയിരിക്കില്ലല്ലോ യേശുദാസ് എല്ലാ വർഷവും അവിടെ പോയിരിക്കുക. അദ്ദേഹത്തിൻ്റെ കണ്ട നാദത്തിന് യാതൊരു പോറലും പരിക്കുമേൽക്കാതെ സ്വരശുദ്ധി, ഒരു കരടുമില്ലാത്ത ശബ്ദത്തോടു കൂടി അവസാനം വരെ അദ്ദേഹത്തിന് പാട്ടുപാടാൻ കഴിഞ്ഞില്ലേ? അമേരിക്കയിലേക്ക് പോകും വരെ അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ നല്ല ഗായകനായിട്ട് പ്രക്ഷോഭിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് ജി സുധാകരൻ ഇതൊന്നും പേടിച്ചല്ല. സത്യസന്ധനായിട്ട് അഴിമതിയില്ലാത്ത ഒരു വ്യക്തി, അത് മതി. നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാനതേ പറയുന്നുള്ളൂ. അഴിമതി അവിടെ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം ഭയങ്കരമായിരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ ബോധ്യം വന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചു. അത് ശരിയല്ല. പക്ഷേ സ്വർണത്തിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. സ്വർണമെന്ന് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം രൂപയും കടന്ന് 1.5 ലക്ഷത്തിലേക്ക് രൂപയും എത്തുമെന്നാണ് ഇപ്പോൾ സ്വർണ്ണക്കച്ചവടക്കാർ പറയുന്നത്. ശബരിമലയിൽ ധാരാളം സ്വർണമുണ്ട്. ആ സ്വർണം ഇങ്ങനെ അടിച്ചു മാറ്റാതിരിക്കാൻ, ആ അമ്പലം വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെയാണെങ്കിലും ദേവസ്വം ബോർഡ് തന്നെ ചെയ്യണം. ഇപ്പോൾ കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഉള്ളത്. ഇതാരോടും എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടും കാര്യം സാധിക്കാത്തതുകൊണ്ടും പറയുന്നതല്ല. ഇങ്ങനെ കാണാതെ വരുന്നു എന്നുള്ള സത്യങ്ങൾ അവിടെ അവശേഷിക്കുന്നു. നിങ്ങളുടെ പ്രമുഖനായിട്ടുള്ള, പ്രഗത്ഭനായിട്ടുള്ള, പരിണിതപ്രജ്ഞനായിട്ടുള്ള മന്ത്രി ജി സുധാകരൻ പറയുമ്പോൾ ഞങ്ങൾ പറയുന്നതിന് വില കൊടുക്കണ്ട, നിങ്ങളോട് അതിൽ എതിർപ്പുണ്ട്. അദ്ദേഹം പറയുമ്പോൾ ആ വാക്കിനെങ്കിലും ഒരു മുൻ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾ പെരുന്നയിലേക്ക് പോകുന്നതിന് പകരം നേരെ പോകേണ്ടത് ജി സുധാകരനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നുള്ള അറിവ് സമ്പാദിച്ചുകൊണ്ട് ശബരിമലയുടെ അദ്ദേഹത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഒതുക്കിയ അവസ്ഥയാണല്ലോ. അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നിലവിലുള്ളത്. ബ്രാഞ്ച് കമ്മിറ്റി തലത്തിലേക്ക് തരം താഴ്ത്തി. അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ ബാധകമാണ്, മറ്റു ചിലർക്ക് ബാധകമാണ്. മുഖ്യമന്ത്രിക്ക് തിരിച്ചാണ്, പ്രായം വർദ്ധിക്കുന്തോറും കൂടുതൽ കഴിവ് വർദ്ധിക്കുന്ന മനുഷ്യരാണ്. അതെ, അത് ശക്തമായിട്ട് ധൈര്യമായിട്ടും അദ്ദേഹം പണ്ടും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോൺട്രാക്ടർമാരെയൊക്കെ നിലയ്ക്ക് നിർത്തി അഴിമതിരഹിതമായിട്ട് മരാമത്ത് ഭരിച്ച മന്ത്രിയാണെന്നേ. സംശയം എന്താ അതിൽ? ഒരൊറ്റ അഴിമതി അദ്ദേഹത്തെക്കുറിച്ച് ആരോപിച്ചിട്ടുണ്ടോ? കോടികൾ പോലും സമ്പാദിച്ചിട്ടുണ്ടോ അദ്ദേഹം? ന്യായമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാവുന്ന ആളായിരുന്നു അദ്ദേഹം, സംശയമൊന്നുമില്ല. ഒതുക്കി നിങ്ങൾ ബ്രാഞ്ചിലാക്കിയെങ്കിലും ആ ശബ്ദം നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.